പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് നിരർത്ഥകമായ ഭൗതിക ചിന്താഗതികളുടെ വിനാശത്തെക്കുറിച്ച് വിവരിക്കുന്നതും ബൈബിളിലെ 4ാമത്തെ കാവ്യഗ്രന്ഥവും കൂടിയായ സഭാപ്രസംഗി ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ബൈബിളിലെ 21ാമത്തെ പുസ്തകമാണ് സഭാപ്രസംഗി. അധ്യായങ്ങൾ 12, വാക്യങ്ങൾ 222, ചോദ്യങ്ങൾ 33, ആജ്ഞകൾ 34, വാഗ്ദാനങ്ങൾ 1. എബ്രായ ഭാഷയിൽ ഈ ഗ്രന്ഥത്തിന്റെ ശീർഷകം കൊഹേലേത്ത് എന്നാണ്. ഒരു സഭയിൽ പ്രഭാഷണം നടത്തുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഗ്രീക്ക് ഭാഷയിലെ എക്ലീസിയാസ്റ്റസ് എന്ന പദത്തിനും അത് തന്നെയാണ് ആശയം. ആകയാൽ മലയാളത്തിൽ സഭാപ്രസംഗി എന്നുപയോഗിച്ചിരിക്കുന്നത് അനർത്ഥമാണ്. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം: സൂര്യന് കീഴിൽ കാണുന്ന മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് സഭാപ്രസംഗിയിൽ കാണുന്നത്. സകലവും മായ എന്നാണ് ശലോമോൻ പറയുന്നത്. അതായത് സൂര്യന് കീഴിൽ നിന്ന് നോക്കുമ്പോൾ, അഥവാ ഒരു ലോക മനുഷ്യന്റെ നോട്ടത്തിൽ മനുഷ്യജീവിതം ശാശ്വത മൂല്യമില്ലാത്തതായി ശൂന്യമായി കാണുന്നു. അല്ലാതെ ശലോമോൻ ദൈവത്തോടകന്ന് ഇങ്ങനെയെല്ലാം എഴുതിയെന്ന് കരുതരുത്. മായ എന്നുള്ള ഇതിലെ കേന്ദ്രപദം 37 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നുണ്ട്. ദൈവത്തെ കൂടാതെ ജീവിത സന്തുഷ്ടി കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിന്റെ നിഷ്ഫലതയെയാണ് ആ പദം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രയത്നം എന്ന വാക്ക് 23 പ്രാവശ്യവും വൃഥാ പ്രയത്നം എന്ന വാക്ക് 9 പ്രാവശ്യവും ദുഷ്പ്രവൃത്തി എന്ന പദം 22 പ്രാവശ്യവും ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. കൂടാതെ പീഡനം, വിലാപം, ദുഃഖം എന്നീ പദങ്ങളും ആവർത്തിച്ചു വരുന്നുണ്ട്. എന്നാൽ ഒടുവിലത്തെ അധ്യായം ദൈവഭയത്തിലേക്കും ദൈവകൽപ്പന അനുസരിക്കുന്നതിലേക്കും വിരൽ ചൂണ്ടുന്നു. 11ാം അധ്യായം വരെ ഭൗതിക ദൃഷ്ടിയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്ത ശലോമോൻ സകലവും അർത്ഥശൂന്യമായി കണ്ടുവെങ്കിലും 12ാം അധ്യായത്തിൽ ദൈവിക വീക്ഷണത്തിലൂടെ ജീവിതത്തെ നോക്കിയപ്പോൾ എല്ലാം അർത്ഥവത്തും പ്രയോജനകരവുമെന്ന് മനസ്സിലാക്കുവാനിടയായി. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം സ്വന്തം അനുഭവങ്ങളിലൂടെ തത്വജ്ഞാനം ആർജിക്കുന്നതിന്റെ അപകടം വരും തലമുറയെ ബോധ്യപ്പെടുത്തുകയും ദൈവത്തെ കൂടാതെയുള്ള ജീവിതം നിരർത്ഥകമാണെന്ന് തെളിയിക്കുകയും ചെയ്യുക. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ശലോമോൻ തന്നെയാണ് ഇതിന്റെ ഗ്രന്ഥകാരൻ എന്ന് പുസ്തകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഈ പുസ്തകം എഴുതിയ കാലം ഏകദേശം BC 935 ഈ ഗ്രന്ഥരചന നടത്തിയെന്ന് വിശ്വസിക്കുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ശലോമോൻ തന്റെ യൗവനകാലത്ത് ഉത്തമഗീതവും മധ്യകാലത്ത് സദൃശവാക്യങ്ങളും അന്ത്യഘട്ടത്തിൽ സഭാപ്രസംഗിയും എഴുതിയതായി വിശ്വസിക്കപ്പെടുന്നു. ഈ പുസ്തകം എഴുതിയ സ്ഥലം യെരുശലേമിൽ വെച്ച് ശലോമോന്റെ ജീവിതാന്ത്യത്തിൽ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.